പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ വലിയൊരു ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ് നാം ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. എഫെസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. യേശുവിലേറ്റവും പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നുണ്ട്, ജയിക്കാൻ എല്ലാ ആയുധങ്ങളും എടുക്കുക. ആ ദൈവം തന്നെ നമുക്ക് തരുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ ആയുധം ധരിക്കുക എന്ന് പറയുന്നത്, സാത്താനോടുള്ള പോരാട്ടത്തിൽ, തിന്മയോടുള്ള പോരാട്ടത്തിൽ, ഈ ലോകത്തിലാവുന്ന നിമിഷങ്ങളിൽ നമ്മൾ ആത്മീയ യുദ്ധത്തിലാണെങ്കിൽ, പിശാചിനോട് പോരാടുന്ന അവസ്ഥയാണെങ്കിൽ, ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയും വിശ്വാസവുമാണ്. ആഴമായ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ നാം ജീവിക്കുമ്പോൾ ഒരു തിന്മയ്ക്ക് നമ്മെ തോൽപ്പിക്കാൻ സാധിക്കില്ല. രണ്ടാമത് പറയുന്നു, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുക. തിന്മയുടെ ദിനം എല്ലാ ദിവസവും നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആത്മീയ സംഘർഷം നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ പ്രലോഭനങ്ങളും പീഡകളും തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകും. എങ്കിൽ പ്രിയമുള്ളവരെ, വിശ്വാസം ആഴപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ഒരു തിന്മയ്ക്ക് നമ്മെ തകർക്കാൻ സാധിക്കില്ല. ഇതാ പ്രിയമുള്ളവരെ, വാഗ്ദത്ത പേടകം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ഈ ദിവസം എല്ലാത്തരം പ്രലോഭനങ്ങളിൽ നിന്നും ആത്മീയ യുദ്ധത്തിൽ നിന്നും മറികടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനോട് കൂടെ ആകുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.